ഹായ് ഡിയർ ബിസിനസ് ഓണേഴ്സ്, നിങ്ങളുടെ ഓർഗനൈസേഷനിൽ ടീമിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു റിസൾട്ട് കിട്ടാതെ നിസ്സഹായ അവസ്ഥയിലിരിക്കുന്ന ഒരു ബിസിനസ് ഓണറാണോ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ തീർച്ചയായിട്ടും മുഴുവനായിട്ട് കാണുക എന്നുള്ളതാണ്. എൻ്റെ പേര് അരുൺ വിക്രം, ബിസിനസ് കോച്ച് ആൻഡ് ഫൗണ്ടർ ഓഫ് ലെവനെക്സ് കമ്പനി. നമുക്ക് ഈ ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ സിനാരിയോ ഒന്ന് അനലൈസ് ചെയ്യാം. നമുക്കറിയാം, പല ബിസിനസ് ഓണേഴ്സും വ്യക്തമായിട്ടുള്ള ഒരു പ്ലാനിംഗ് ഒക്കെ തയ്യാറാക്കി നമ്മളുടെ ടീമിൻ്റെ ഫ്രണ്ടിലേക്ക് ചെന്ന് എന്താണ് ഈ ഒരു മാസം അല്ലെങ്കിൽ ഈ ഒരു ക്വാർട്ടർ അച്ചീവ് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു ക്ലാരിറ്റി പറയുകയും ടീം അതിനെ ഏറ്റെടുക്കുകയും എല്ലാം എക്സിക്യൂട്ട് ചെയ്യപ്പെടും എന്നുള്ള ഒരു പ്രോമിസൊക്കെ തന്ന് പോകുന്നുണ്ടാവും. പക്ഷേ ഒരാഴ്ച കഴിഞ്ഞോ അതല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞോ ഒരു ക്വാർട്ടർ കഴിഞ്ഞോ ഒക്കെ വളരെ ഡെപ്തിൽ ഈ റിസൾട്ടിനെ കുറിച്ച് അനലൈസ് ചെയ്യാൻ വരുന്ന ബിസിനസ് ഓണറിന് പലപ്പോഴും നിരാശയായിരിക്കും ഫലം. കാരണം എക്സ്പെക്റ്റ് ചെയ്ത റിസൾട്ട് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. സോ എങ്ങനെയാണ് നമ്മളുടെ ബിസിനസ് ഓണേഴ്സ് പെർഫോം ചെയ്യുന്നത് എന്നുള്ളത് നമുക്കൊന്ന് ഇവാലുവേറ്റ് ചെയ്യാം. പ്രധാനമായിട്ടും 4 തരത്തിലാണ് പല ബിസിനസ് ഓണേഴ്സിനെയും നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ബിസിനസ് ഓണേഴ്സ് റിവ്യൂ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. കാരണം ഈ പറഞ്ഞ പല ക്ലാരിറ്റിയും വളരെ മോട്ടിവേറ്റഡ് ആയിട്ട് പറഞ്ഞ ബിസിനസ് ഓണർ വീക്കിലിയോ അല്ലെങ്കിൽ മന്ത്ലിയോ ഈ ടീമിനെ കണ്ട് റിസൾട്ട് എന്തായി എന്നുള്ളത് ചോദിക്കാൻ വരാത്ത ഒരു കൂട്ടം ബിസിനസ് ഓണേഴ്സ് തീർച്ചയായിട്ടും നമ്മളുടെ നാട്ടിലുണ്ട്. കാരണം ഒരുപക്ഷെ അവരുടേതായിട്ടുള്ള തിരക്കുകളിൽ ബിസിനസ് ആക്ടിവിറ്റീസിൽ തന്നെ കൂടുതൽ ഇൻവോൾവ്മെൻറ്റ് വരുന്ന സമയത്ത് ടീമിലേക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റാത്തതായിരിക്കാം. അതല്ലെങ്കിൽ ഓർഗനൈസേഷനിൽ അത്യാവശ്യം ഫണ്ടും ക്യാഷ് ഫ്ലോ ഒക്കെ പോകുന്നുണ്ടെങ്കിൽ ഇപ്പോൾ മെയിനായിട്ടുള്ള ഒരു വലിയ ചലഞ്ചിങ് സിറ്റുവേഷൻ ഇല്ലാത്തത് കൊണ്ടായിരിക്കാം. പക്ഷേ ഒരു ചലഞ്ച് വന്നാൽ തീർച്ചയായിട്ടും റിവ്യൂ നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് വലിയ ചലഞ്ചസിലേക്ക് അല്ലെങ്കിൽ നമുക്ക് ഇമ്പാക്റ്റ് നെഗറ്റീവായിട്ട് മാറും എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ കാറ്റഗറി നോക്കിക്കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട് റിവ്യൂ ചെയ്യുന്ന ആളുകളാണ്. റിവ്യൂ ചെയ്യുന്നത് പലപ്പോഴും റിസൾട്ടിനെ മാത്രമാണ് എന്നുള്ളതാണ്. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ എത്ര സെയിൽസ് വന്നു, അല്ലെങ്കിൽ എത്ര കളക്ഷൻ എടുത്തു, അല്ലെങ്കിൽ എത്ര ലീഡ്സ് വന്നു, ഇങ്ങനെയുള്ള നമ്പർ അവർ നോക്കുന്നുണ്ടാവും. ആ സമയത്ത് പല ഇമോഷൻസ് അവർ എക്സ്പ്രസ് ചെയ്യും. അതായത് റിസൾട്ട് വന്ന സമയത്താണെങ്കിൽ വലിയ അപ്രീസിയേഷനൊക്കെ കൊടുക്കും, നന്നായി പെർഫോം ചെയ്യുക എന്ന് പറഞ്ഞു പോകും. റിസൾട്ട് വരാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ പലപ്പോഴും ദേഷ്യപ്പെടുക, അതല്ലെങ്കിൽ തോളത്ത് തട്ടിയിട്ട് ഒരു ഉപദേശം കൊടുക്കുക എന്നുള്ള നോർമൽ ആക്ടിവിറ്റീസ് ചെയ്യുന്നതല്ലാതെ ഡീപ്പായിട്ട് അവർ പോവാറില്ല എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ കാറ്റഗറി ബിസിനസ് ഓണേഴ്സ് എന്താ ചെയ്യുന്നത്? തീർച്ചയായിട്ടും ഓരോ എംപ്ലോയീസിൻ്റെയും ഓരോ ലീഡേഴ്സിൻ്റെയും കറക്റ്റായിട്ടുള്ള കീ റിസൾട്ട് ഏരിയ എന്താണ് റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടേണ്ടത് എന്നുള്ളതിൻ്റെ ക്ലാരിറ്റിയിലേക്ക് വരാറുണ്ട്. കൃത്യമായിട്ട് അതിനെ മെഷർ ചെയ്യാറുണ്ട്, മെട്രിക്സ് എടുക്കാറുണ്ട് എന്നുള്ളതാണ്. അതോടൊപ്പം അവർ പെർഫോം ചെയ്യേണ്ട ഏരിയാസ്, കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ എന്നാണ് അതിനെ വിളിക്കുക. കൃത്യമായിട്ട് അവരുടെ ആക്ടിവിറ്റീസും നമ്പർ ഡ്രിവൺ ആയിട്ട് പോകുന്നു, അതിനെ അനലൈസ് ചെയ്യുന്നു, അതിനെ റിവ്യൂ ചെയ്യുന്നു, ഡീപ്പായിട്ട് പോകുന്നു എന്നുള്ളതാണ്. അത് തീർച്ചയായിട്ടും ഒരു നമ്മൾ നേരത്തെ പറഞ്ഞ 2 കാറ്റഗറിയിൽ നിന്നും കുറച്ചുകൂടി മെച്യൂരിറ്റി ഉള്ള ഒരു റിവ്യൂ പ്രോസസ്സ് തന്നെയാണ്. അവിടെ കുറച്ചുകൂടി റിസൾട്ട് കിട്ടാനുള്ള സാധ്യതയുമുണ്ട്. എന്നാൽ എങ്ങനെയാണ് കറക്റ്റായിട്ട് ഒരു ഓർഗനൈസേഷനിൽ റിസൾട്ട് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്ന കാറ്റഗറിയാണ് നാലാമത്തെ കാറ്റഗറി ബിസിനസ് ഓണേഴ്സിനെ സംബന്ധിച്ച് റൈറ്റ് ആയിട്ടുള്ള ടീമിനെ ബിൽഡ് ചെയ്ത് റൈറ്റ് ആയിട്ടുള്ള സിസ്റ്റത്തിലൂടെ പോയി റൈറ്റ് ആയിട്ടുള്ള റിസൾട്ട് എടുക്കുന്ന ബിസിനസ് ഓണേഴ്സാണ്. ഇതെല്ലാം ഇവർ ചെയ്യുമ്പോഴും എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു റിസൾട്ട് എടുത്തുകൊണ്ട് ഒരു ബിസിനസ് ഓണർ ആഗ്രഹിക്കുന്ന രീതിയിലേക്കുള്ള ഒരു ഇംപ്ലിമെൻറ്റേഷൻ ഓർഗനൈസേഷനിൽ സംഭവിക്കണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത ലെവലിലേക്ക് ചിന്തിക്കേണ്ടതുണ്ട്. ടീമിൽ നിന്ന് റിസൾട്ട് എന്തുകൊണ്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നില്ല എന്നൊരു ബിസിനസ് ഓണർ ചിന്തിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിനു മുമ്പ് ചിന്തിക്കേണ്ട ഒരു സബ്ജക്റ്റ് ഉണ്ട്. എന്താണ് നമ്മളുടെ കമ്പനിക്ക് വേണ്ടത് എന്നുള്ള ഒരു ക്ലാരിറ്റി മസ്റ്റായിട്ടും ഒരു ബിസിനസ് ഓണറിന് ഉണ്ടാവണം. അതിന് വേണ്ടിയിട്ട് ഓർഗനൈസേഷൻ്റെ കീ ഒബ്ജക്റ്റീവ് എന്താണ്? നമുക്ക് ഈ ഒരു ക്വാർട്ടറിൽ ഇപ്പോൾ ഒരു 3 മാസത്തിൻ്റെ റിസൾട്ടിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഒരു മാസത്തിൻ്റെ റിസൾട്ടിനെ കുറിച്ചൊക്കെയാണ് സംസാരിക്കുന്നതെങ്കിൽ കൃത്യമായിട്ട് ബിസിനസ് ഓണറിന് അറിഞ്ഞിരിക്കണം എന്താണ് ഓർഗനൈസേഷൻ അച്ചീവ് ചെയ്യേണ്ട കീ ഒബ്ജക്റ്റീവ് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്താൽ, അതിപ്പോൾ എക്സാമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ നമുക്ക് ഇത്ര കോടി രൂപ അല്ലെങ്കിൽ ഇത്ര ലക്ഷം രൂപ നമുക്ക് ഈ ക്വാർട്ടറിൽ പ്രോഫിറ്റായിട്ട് ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളതാണെങ്കിൽ ആ ഒരു റിസൾട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് എന്തെല്ലാം റിസൾട്ടുകൾ, കീ റിസൾട്ടുകൾ, 3 കീ റിസൾട്ടുകൾ ക്രിയേറ്റ് ചെയ്താൽ നമുക്ക് അതിലേക്ക് എത്താനായിട്ട് സാധിക്കും എന്നുള്ളതിൻ്റെ ഒരു ക്ലാരിറ്റി ബിസിനസ് ഓണറിന് മസ്റ്റായിട്ടും ഉണ്ടാവണം. അതായത് ഒബ്ജക്റ്റീവ് നമ്മൾ ഫൈനലൈസ് ചെയ്തു, നമ്മൾ കീ റിസൾട്ടുകൾ ഐഡൻറ്റിഫൈ ചെയ്തു. ഇനി ഒരു ബിസിനസ് ഓണർ അറിഞ്ഞിരിക്കേണ്ട കാര്യം സ്വന്തം കമ്പനിയുടെ കീ നമ്പേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്.
കാരണം ഈ റിസൾട്ടും ഈ പറയുന്ന കീ ഒബ്ജക്റ്റീവും ഹിറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ട്രാക്ക് ചെയ്യേണ്ട പ്രൈമറി നമ്പേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളതിൻ്റെ ക്ലാരിറ്റി തീർച്ചയായിട്ടും ബിസിനസ് ഓണറിനുണ്ടാവണം. അതൊരു പക്ഷേ നിങ്ങളുടെ ലീഡ്സിൻ്റെ എണ്ണമായിരിക്കാം, അതല്ലെങ്കിൽ നിങ്ങൾ എത്ര ആളുകളെ സെയിൽസ് പ്രോസസ്സിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടോ എന്നുള്ളതായിരിക്കാം, എത്ര ഇൻവോയ്സ് ചെയ്തു എന്നുള്ളതായിരിക്കാം. അങ്ങനെ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് നിങ്ങളുടെ കമ്പനിയിൽ ട്രാക്ക് ചെയ്യപ്പെടേണ്ടതുണ്ട്. ഇങ്ങനെ ഒരു ക്ലാരിറ്റി എടുക്കുന്ന ഒരു ബിസിനസ് ഓണറിനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും നമുക്ക് എന്താണ് ടീമിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ കൃത്യമായിട്ടുള്ള ഒരു ക്ലാരിറ്റി, ഓർഗനൈസേഷൻ എന്താണ് വേണ്ടത് എന്നുള്ളതുണ്ട്. ഇനി എന്താണ് വേണ്ടത്? നമ്മളുടെ ടീം മെമ്പേഴ്സ് എങ്ങനെ പെർഫോം ചെയ്യണം എന്നുള്ളതിൻ്റെ ക്ലാരിറ്റിയാണ്. കുറച്ച് ആളുകൾ നമ്മളുടെ ഓർഗനൈസേഷനിലുണ്ട് എന്നുള്ളത് കൊണ്ട് അതിനെ ടീം എന്ന് വിളിക്കാൻ പറ്റില്ല. നമ്മളെപ്പോഴും കേൾക്കുന്ന കാര്യമാണല്ലോ, ടുഗദർ എവരി വൺ അച്ചീവ്സ് മോർ. അപ്പോൾ ടീം എന്ന് പറയുന്നതിൻ്റെ ആ ഒരു ടുഗദർനെസ് വരണം എന്നുണ്ടെങ്കിൽ ഓരോ വ്യക്തികളും എന്ത് റിസൾട്ടാണ് കൊണ്ടുവരേണ്ടതെന്നുള്ളതിൻ്റെ ക്ലാരിറ്റി ബിസിനസ് ഓണർ അല്ലെങ്കിൽ ആ ലീഡ് ചെയ്യുന്ന ലീഡർ പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നേരത്തെ നമ്മൾ ഓർഗനൈസേഷൻ്റെ സെറ്റ് ചെയ്തതുപോലെ തന്നെ ഓരോ റോളിലും നിൽക്കുന്ന വ്യക്തികൾ എന്ത് ഒബ്ജക്റ്റീവാണ് അവർക്കുള്ളത്, അവരെന്ത് കീ റിസൾട്ടുകളാണ് പെർഫോം ചെയ്യേണ്ടത്, ആ വ്യക്തികളുടെ നമ്പേഴ്സ് എന്തൊക്കെയാണ്. ഇപ്പോൾ അക്കൗണ്ട്സിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ എത്ര ഇൻവോയ്സ് പോകണം എന്നുള്ളതും, അല്ലെങ്കിൽ റിസൾട്ടിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ എത്ര കളക്ഷൻ വന്നു എന്നുള്ളതിൻ്റെ ക്ലാരിറ്റിയും ഒക്കെ തീർച്ചയായിട്ടും ആ അക്കൗണ്ട്സിൽ നിൽക്കുന്ന വ്യക്തി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇതുപോലെ ഇപ്പോൾ സെയിൽസിലാണെങ്കിൽ തീർച്ചയായിട്ടും എത്ര വിസിറ്റ് ചെയ്തു, എത്ര കോൾ ചെയ്തു, എത്ര ആളുകളെ കൺവേർട്ട് ചെയ്തു, ഇങ്ങനെയുള്ള പല നമ്പേഴ്സുകളും ഉണ്ട്. അങ്ങനെ ഓരോ റോളിലും കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഒരു ബിസിനസ് ഓണർ ചെയ്യേണ്ട ഒരു കാര്യം. അതോടൊപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് പറഞ്ഞു തരാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു എംപ്ലോയിനെ നമ്മൾ റിക്രൂട്ട് ചെയ്യുന്ന സമയത്ത് മിനിമം ഒരു 10 മണിക്കൂർ വർക്ക് ഒരു ദിവസം ഒരു എംപ്ലോയിക്ക് ഉണ്ട് എന്നുള്ളത് ഉറപ്പിക്കേണ്ടതുണ്ട്. അവരത് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. നമ്മളുടെ ഓർഗനൈസേഷനിൽ അങ്ങനെ ഒരു റോള് ആവശ്യമാണോ അല്ലയോ എന്ന് ബിസിനസ് ഓണറിന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. 10 മണിക്കൂർ വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു സിറ്റുവേഷൻ നമ്മളുടെ കമ്പനിയിൽ ഇല്ല എന്നുണ്ടെങ്കിൽ അങ്ങനൊരു മാൻ പവറിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ് ഫാക്റ്റ്. കാരണം അതുണ്ടെങ്കിൽ മാത്രമേ കറക്റ്റായിട്ട് നമുക്ക് അവർക്ക് ഡയറക്ഷൻ കൊടുത്തുകൊണ്ട് നല്ലൊരു റിസൾട്ട് പ്രൊഡക്റ്റീവായിട്ട് എടുക്കാനായിട്ട് സാധിക്കുക. അപ്പോൾ നട്ട്ഷെല്ലിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. കറക്റ്റായിട്ടുള്ള റോൾ ക്ലാരിറ്റി ഓരോ എംപ്ലോയിയുടെയും ബിസിനസ് ഓണറിന് ക്ലാരിറ്റി ഉണ്ടാവണം എന്നുള്ളതാണ്. സോ ഇപ്പോൾ ഒരു ബിസിനസ് ഓണറിനെ സംബന്ധിച്ചിടത്തോളം ഓർഗനൈസേഷൻ്റെ കൃത്യമായിട്ടുള്ള ഗോൾ എന്താണ് എന്നുള്ളതിൻ്റെ ക്ലാരിറ്റിയിലേക്ക് എത്തിയിട്ടുണ്ട്. അതുമാത്രമല്ല ഓരോ എംപ്ലോയീസും ഓരോ റോളിലും പെർഫോം ചെയ്യേണ്ടത് എന്താണ് എന്നുള്ളതിൻ്റെ ഒരു വ്യക്തമായിട്ടുള്ള ധാരണയിലും എത്തിയിട്ടുണ്ട്. ഇനി എന്താണ് അനലൈസ് ചെയ്യേണ്ടത്? നമ്മളുടെ കൂടെയുള്ള ടീം മെമ്പേഴ്സ്, നമ്മളുടെ എംപ്ലോയീസ് റൈറ്റ് ആയിട്ടുള്ള ആളുകൾ തന്നെയാണോ എന്നുള്ളതിലേക്ക് നമ്മൾ കിടക്കേണ്ടതുണ്ട്. അതിലാദ്യം അനലൈസ് ചെയ്യപ്പെടേണ്ടത് ആ വ്യക്തിയുടെ ടാലൻ്റ് എന്താണ് അല്ലെങ്കിൽ സ്കിൽ എന്താണ് എന്നുള്ളതാണ്. നമ്മൾ കൊടുത്തിരിക്കുന്ന റോളിനനുസരിച്ചുള്ള ഒരു ടാലൻ്റ്, സ്കിൽ സെറ്റ് ആ വ്യക്തിക്ക് ഉള്ളതാണോ എന്നുള്ളതിനെ ഡെപ്തിൽ അനലൈസ് ചെയ്യപ്പെടണം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അതോടൊപ്പം തന്നെ തീർച്ചയായിട്ടും ഈ സ്കിൽ സെറ്റ് ഉണ്ട് എങ്കിൽ പോലും റൈറ്റ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് ഈ എംപ്ലോയിക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ പെർഫോമൻസിനെ അത് സാരമായിട്ട് ബാധിക്കാം. കാരണം ആ ഒരു അലൈൻമെൻറ്റ് ഓർഗനൈസേഷനും ടീമും ഇൻഡിവിജ്വൽ ലെവലിലും എല്ലാ രീതിയിലും വരുമ്പോൾ മാത്രമാണ് റിയൽ ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടുക. അതോടൊപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്റ്റാണ് കൃത്യമായിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്ത് വച്ചിട്ടുള്ള ആ റോൾ ക്ലാരിറ്റി ഈ വ്യക്തിയിലേക്ക് നല്ല രീതിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അതിൻ്റെ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തിക്കൊണ്ട് നമ്മൾ കൊടുക്കാൻ പോകുന്ന പ്രൊജക്റ്റോ അല്ലെങ്കിൽ ആ ഒരു വർക്കോ അല്ലെങ്കിൽ അവൻ എന്ത് റോളാണോ എടുക്കാൻ പോകുന്നത് അതിലേക്ക് എക്സിക്യൂഷനിലേക്ക് കിടക്കുക എന്നുള്ളത്. സോ നമ്മൾ ഈ ഒരു പ്രോസസ്സിൻ്റെ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. വളരെ ഡെപ്തിലുള്ള റിവ്യൂ പ്രോസസ്സ് ചെയ്യുക ഒരു ബിസിനസ് ഓണർ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് റിതമിക്കായിട്ട് ഇപ്പോൾ വീക്കിലി ഒരു ഡേ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഡേയിൽ തന്നെ നിങ്ങൾ ഫിക്സ് ചെയ്ത് ആ റിവ്യൂവിനെ കൊണ്ടുപോകേണ്ടതുണ്ട്. എന്തൊക്കെയാണ് നമ്മൾ റിവ്യൂ ചെയ്യേണ്ടത്? ഇപ്പോൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള ഓർഗനൈസേഷൻ്റെ ഗോൾ റിവ്യൂ ചെയ്യണം, ഇൻഡിവിജ്വൽ പെർഫോമൻസ് റിവ്യൂ ചെയ്യണം. തീർച്ചയായിട്ടും നമ്മൾ റൈറ്റ് ആയിട്ടുള്ള ആളുകളെയാണ് എടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ റൈറ്റ് ആയിട്ടുള്ള ആളുകൾ തന്നെയാണ് നമ്മുടെ ടീമിലുള്ളത് എന്നുള്ള വിശ്വാസം നമുക്കുണ്ട്. ഇതെല്ലാം നടക്കുന്നുണ്ടോ, റിയൽ ആണോ എന്നുള്ളതിനെയാണ് നമ്മൾ റിവ്യൂ ചെയ്യേണ്ടത്, അല്ലേ? അപ്പോൾ ഓർഗനൈസേഷൻ്റെ കീ റിസൾട്ടും നമ്മളുടെ കീ ഒബ്ജക്റ്റീവിനെയും ബേസ് ചെയ്തുകൊണ്ട് സെറ്റ് ചെയ്തെടുത്തിട്ടുള്ള ഓരോ എംപ്ലോയീസിൻ്റെയും നമ്മളുടെ ആ ഒരു പെർഫോമൻസ് മെട്രിക്സ് നമ്മൾ റിവ്യൂ ചെയ്യുകയാണ്. അതിലൊന്നാമത്തേത് ഈ വ്യക്തികൾ കറക്റ്റായിട്ട് അവരുടെ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് വിളിക്കുന്ന എഫേർട്സ്, അതായത് അവരുടെ ആക്ടിവിറ്റീസിലുള്ള നമ്പേഴ്സിനെ അവർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് തന്നെയാണ്. അതോടൊപ്പം
ആ എഫേർട്സ് എടുത്തതിനുള്ള കീ റിസൾട്ട് ഏരിയയിൽ അവർക്ക് കറക്റ്റായിട്ടുള്ള ഇംപ്ലിമെൻറ്റേഷൻ കൊണ്ടുവന്ന് റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടോ എന്നുള്ളതാണ്. യെസ്, അപ്പോൾ ഇങ്ങനെ ഡീപ്പായിട്ട് റിവ്യൂ ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും അതിൻ്റെ ഗ്യാപ്പ് എന്താണ് എന്നുള്ളതും അനലൈസ് ചെയ്യപ്പെടേണ്ടതുണ്ട്. കാരണം ഒരു എംപ്ലോയിനെ സംബന്ധിച്ചിടത്തോളം റൈറ്റ് ആയിട്ടുള്ള എഫേർട്സ് എടുത്തിട്ടും റിസൾട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അവരുടെ എഫേർട്സിൽ എടുത്തിരിക്കുന്ന രീതികളിൽ എന്തോ ചലഞ്ചുണ്ട് എന്നുള്ളതാണ്. അത് മിക്കവാറും കേസസിൽ നമുക്ക് ഒരു റിസൾട്ട് തരുന്ന രീതിയിലുള്ള പ്രോസസ്സുകളെ അവിടെ ഡിഫൈൻ ചെയ്യപ്പെടാതെ പോയതുകൊണ്ടായിരിക്കാം. കാരണം ഒരുപാട് വർക്ക് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടോ ഒരുപാട് എഫേർട്സ് എടുക്കുന്നു എന്നുള്ളത് കൊണ്ടോ റൈറ്റ് ആയിട്ടുള്ള റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടണമെന്ന് നിർബന്ധമില്ല. സോ പ്രോസസ്സുകളെല്ലാം വളരെ കറക്റ്റായിട്ട് പോയിട്ടും റിസൾട്ട് വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വിശ്വസിച്ച നമ്മളുടെ ടീമിന് ഒരു പക്ഷേ നമ്മൾ ഉദ്ദേശിച്ച അത്രയും സ്കിൽ സെറ്റോ നോളജോ ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ഓപ്ഷൻ എന്താണ്? ഒന്നുകിൽ ആ സ്കിൽ സെറ്റിലേക്കോ നോളജിലേക്കോ എത്തിക്കാനായിട്ടുള്ള റൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് സിസ്റ്റം അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അതല്ലെങ്കിൽ റീപ്ലേസ്മെൻ്റ് ആണ്. അത് അത്ര എളുപ്പമുള്ള ആക്ടിവിറ്റി അല്ല. കാരണം നമ്മൾ കൃത്യമായിട്ട് നമുക്ക് സപ്പോർട്ട് സിസ്റ്റം കൊടുക്കുക എന്നുള്ളതും ഒരു മാനേജ്മെൻറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റിയിൽ തന്നെ നമ്മൾ എടുക്കേണ്ടതാണ്. അതിനുശേഷവും ആ റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടാത്ത സിറ്റുവേഷനിൽ നമുക്ക് പല ഡിസിഷൻസും എടുക്കാം എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പ്രോസസ്സിനെ ഒന്ന് റീഡിഫൈൻ ചെയ്യുകയോ അല്ലെങ്കിൽ ഒപ്റ്റിമൈസ് ചെയ്യേണ്ടതോ ഉണ്ട് എന്നുള്ളതാണ്. ഇനി പ്രോസസ്സ് ഗംഭീരമായിട്ട് പോകുന്നുണ്ട് എന്ന് പറയുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മൾ ആ ഒരു എംപ്ലോയീസിൻ്റെ കേപ്പബിലിറ്റീസിനെ ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. കാരണം അതേ പ്രോസസ്സിൽ മറ്റു പല എംപ്ലോയീസും പെർഫോം ചെയ്യുന്നു, ഒരു പർട്ടിക്കുലർ എംപ്ലോയി പെർഫോം ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ ആ വ്യക്തിക്ക് ഒരു സപ്പോർട്ട് സിസ്റ്റം, അത് ട്രെയിനിങ് ആയിട്ടോ കോച്ചിങ് ആയിട്ടോ അല്ലെങ്കിൽ മറ്റു പല ടൂൾസുമായിട്ടോ അദ്ദേഹത്തിന് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സപ്പോർട്ട് സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ബിസിനസ് ഓണർ മസ്റ്റായിട്ടും ചെയ്യേണ്ടത്. ഒരു എംപ്ലോയിക്ക് നമ്മൾ ആവശ്യത്തിനുള്ള എല്ലാ സപ്പോർട്ടും കൊടുത്തതിന് ശേഷവും അവരുടെ റിസൾട്ടിൽ മാത്രമല്ല അവരുടെ ആക്ടിവിറ്റീസിലും അവർക്ക് ഉദ്ദേശിക്കുന്ന ഒരു എഫേർട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ തീർച്ചയായിട്ടും ചെക്ക് ചെയ്യേണ്ട കാര്യം നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തതുപോലെ തന്നെ ഈ വ്യക്തിയുടെ ക്ലാരിറ്റി എന്താണ് എന്നുള്ളതാണ്. നമ്മൾ പലതും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടാവും, പക്ഷേ ഈ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത കാര്യത്തിൻ്റെ അണ്ടർസ്റ്റാൻഡിങ് ഈ പർട്ടിക്കുലർ എംപ്ലോയിക്ക് എത്രമാത്രം ഉണ്ട് എന്നുള്ളത് വളരെ ഡെപ്തിൽ അനലൈസ് ചെയ്യപ്പെടേണ്ടതുണ്ട്, ചോദ്യം ചെയ്യേണ്ടതുണ്ട്, ആ വ്യക്തിയെ കൊണ്ട് വീണ്ടും പറയിപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ വരുന്ന ഗ്യാപ്പിനെ അനലൈസ് ചെയ്ത് അതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള ധാരണയിലേക്ക് എത്തുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷനാണ്. കാരണം ഈ വ്യക്തിക്ക് എടുക്കേണ്ട ഒരു സപ്പോർട്ട് സിസ്റ്റം എടുക്കാനായിട്ട് ടീമിൽ നിന്നാണെങ്കിലും അല്ലെങ്കിൽ മാനേജ്മെൻറ്റിൽ നിന്നാണെങ്കിലും അതല്ലെങ്കിൽ അദ്ദേഹം കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് അവിടെ സംസാരിച്ച് ക്ലിയർ ചെയ്ത് പോകുന്നുണ്ടോ എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അവിടെയാണ് ഗ്യാപ്പെങ്കിൽ അതിൽ നമ്മൾ വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഇനി അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത് റിസോഴ്സാണ്. ഒരു പക്ഷേ ആ ഒരു പർട്ടിക്കുലർ എംപ്ലോയിക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു റിസോഴ്സസിൻ്റെ അവൈലബിലിറ്റി ഇല്ലാതിരിക്കുകയോ ഉള്ള റിസോഴ്സസിനെ പൂർണ്ണമായിട്ടും അദ്ദേഹം ഉപയോഗിക്കാതിരിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ റിസൾട്ട് വരാനുള്ള സാധ്യതകൾ ഇല്ല എന്നുള്ളതാണ്. ഇനി ഫൈനലി തീർച്ചയായിട്ടും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത് ആറ്റിറ്റ്യൂഡാണ്. ഈ എംപ്ലോയിയുടെ ആറ്റിറ്റ്യൂഡ് നമ്മളുടെ ഓർഗനൈസേഷനും കൾച്ചറിനും പറ്റുന്നതല്ല എന്നുണ്ടെങ്കിൽ അതിനെ തിരുത്താൻ പറ്റുന്ന കാര്യത്തിൽ നമുക്ക് വർക്ക് ചെയ്യാം, അതല്ലെങ്കിൽ അവിടെ ഒരു ഡിസിഷൻ എടുക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. സോ നമ്മളിപ്പോൾ വളരെ ഡീറ്റെയിൽഡായിട്ട് എങ്ങനെയാണ് ഒരു ബിസിനസ് ഓണർ കൃത്യമായിട്ട് നമ്മളുടെ ടീമിൽ നിന്ന് റിസൾട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ആ റിവ്യൂ പ്രോസസ്സ് കൊണ്ടുപോകേണ്ടത് എന്നുള്ളതിൻ്റെ ക്ലാരിറ്റിയെക്കുറിച്ചാണ് സംസാരിച്ചത്. നമ്മൾ പറഞ്ഞതുപോലെ ഓർഗനൈസേഷൻ്റെ കറക്റ്റായിട്ടുള്ള ഒബ്ജക്റ്റീവ് നമ്മൾ സെറ്റ് ചെയ്യുന്നു, കീ റിസൾട്ട് ഏരിയാസ് സെറ്റ് ചെയ്യുന്നു, ഇൻഡിവിജ്വൽസിൻ്റെ ക്ലാരിറ്റി ഈ പറഞ്ഞ രീതിയിൽ തന്നെ നമ്മൾ ക്ലാരിറ്റിയിൽ തന്നെ ഇംപ്ലിമെൻറ്റേഷനിലേക്ക് കൊണ്ടുപോകാനുള്ള ഡയറക്ഷൻ സെറ്റ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഈ പറഞ്ഞ സ്റ്റെപ്സുകളിലൂടെ ഡീപ്പായിട്ടുള്ള റിവ്യൂ സിസ്റ്റത്തിൽ നമുക്ക് വർക്ക് ചെയ്യാൻ സാധിച്ചാൽ ഉറപ്പായിട്ടും ഓർഗനൈസേഷൻ്റെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തുകൊണ്ട് ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരു സന്തുഷ്ടനായിട്ടുള്ള ബിസിനസ് ഓണറായിട്ട് നിങ്ങളുടെ ഓർഗനൈസേഷനെ നിങ്ങൾക്ക് ലീഡ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. സോ താങ്ക് യു സോ മച്ച് ആൻഡ് കീപ് ഗ്രോയിങ്.